എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പ്രിയ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2026 റിസൾട്ട് ഇന്നലെ വൈകുന്നേരം 3 മണിയോടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണിക്കുള്ള അപേക്ഷകൾ ഇന്നു മുതൽ വിദ്യാർത്ഥിനികൾക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഫീസ് എങ്ങനെയാണ്, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരത്തേക്ക് ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ദൃശ്യ ലൈക്കും കൂടി ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് ചാനലോട് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിയുന്ന വാർത്ത നടക്കാം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2026 റിസൾട്ട് ഇന്നലെ വൈകുന്നേരത്തോടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3 മണിയോടെ പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ വിചാരിച്ച ഇപ്പോൾ നിങ്ങൾ എന്താണ് റീവാലുവേഷനിൽ അതായത് നിങ്ങൾ റിസൾട്ട് വന്നപ്പോൾ വിചാരിച്ച മാർക്ക് കിട്ടാതെ പോവുകയോ അല്ലെങ്കിൽ 1-2 മാർക്കിനൊക്കെ ഫെയിലായിപ്പോയി വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ റീവാലുവേഷൻ ഉള്ളത്. അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി ഉള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും വെർത്ത് അല്ലെങ്കിൽ എന്താണ് ഏറ്റവും റീവാലുവേഷൻ അപേക്ഷിക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തീർച്ചയായും നമുക്ക് ഈ വീഡിയോയിൽ കൂടെ തന്നെ നോക്കാം. എന്തായാലും അപേക്ഷ നിങ്ങൾക്ക് ഇന്നു മുതലാണ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നത്. റീവാലുവേഷൻ കൊടുക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പ്രിയ വിദ്യാർത്ഥിനോട് പറയാനുള്ളത് റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, ഇപ്പോൾ നിങ്ങളുടെ റിസൾട്ടുകൾ മാർക്ക് ചേഞ്ച് ചെയ്യാൻ ഇവിടെ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി എന്ന 3 ഓപ്ഷനാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇവിടെ നിങ്ങൾക്ക് അനുവദിച്ച് തന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വെർത്തായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് എന്താണ്, ഇപ്പം ഫോട്ടോ കോപ്പി എന്നൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും വെർത്തായിട്ടുള്ളത് കാണുന്നത്. ഇപ്പോൾ ഫോട്ടോ കോപ്പി എന്നാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ കിട്ടും. നിങ്ങൾക്ക് പരിചയമുള്ള അധ്യാപകരെ കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടൊക്കെ നോക്കിക്കാനും നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ സ്ക്രൂട്ടണിക്കായി അപ്ലൈ ചെയ്യുമ്പോഴും പേപ്പറുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നില്ല. വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകരും തന്നെയാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ പേപ്പർ വരില്ല. ഇവിടെ ഫോട്ടോ കോപ്പി കൊടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷാ ഭവനിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങളുടെ ഫോട്ടോ കോപ്പി നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു നൽകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ അഡ്രസ്സിലേക്ക് അയച്ചു നൽകുന്നത്. അപ്പോൾ എന്ന് വെച്ച് നിങ്ങൾ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി കൊടുക്കാതിരിക്കണം എന്നല്ല, ഞാൻ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഫോട്ടോ കോപ്പി ആകുമ്പം നമുക്ക് പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും. വിചാരിച്ച മാർക്ക് കിട്ടാത്തവർക്കെല്ലാം ഫോട്ടോ കോപ്പി എന്ന് സംബന്ധിച്ചൊരു വലിയ ഓപ്ഷൻ തന്നെയാണ്. പിന്നെ റീവാലുവേഷന് ഇതിന് 3നും ഫീസ് സ്ട്രക്ചർ വേറെ തന്നെയാണ്. റീവാലുവേഷൻ ഏതാണ്ട് 500 രൂപയോളമാണ്. ഒരു പേപ്പർ, ഒരു വിഷയം റീവാലുവേഷൻ ചെയ്യുന്നതിന് 500 രൂപയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈടാക്കുന്ന പൈസ എന്ന് പറയുന്നത്. ഇതിനായി എങ്ങനെ അപേക്ഷിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റീവാലുവേഷനും ഫോട്ടോ കോപ്പിക്കും സ്ക്രൂട്ടണിക്കും അതാത് ഫോമുകളുണ്ട്. 3നും ഒറ്റ ഫോമല്ല, 3നും 3 ഫോമുണ്ട്. ഇത് നിങ്ങൾ എവിടെയാണോ നിങ്ങൾ +2 പരീക്ഷ എഴുതിയത്, നിങ്ങൾ +2 പരീക്ഷ ഏത് സ്കൂളിലാണോ എഴുതിയത് ആ സ്കൂളിലാണ് നിങ്ങൾ ഇതിനായുള്ള അപേക്ഷ സമർപ്പിക്കണം. നിങ്ങൾ ആ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീവാലുവേഷൻ ആണോ, ഫോട്ടോ കോപ്പി ആണോ, സ്ക്രൂട്ടണി ആണോ കൊടുക്കേണ്ടതെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അവിടുന്ന് ഒരു ഫോം ലഭിക്കും. ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് അതിനോടൊപ്പം പേയ്മെൻറ്റും കൂടി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ആ സ്കൂളിൽ ചെന്ന് പരീക്ഷ എഴുതിയ സ്കൂളിൽ ചെന്ന് ഫോം മേടിച്ച് നിങ്ങളത് ഫില്ല് ചെയ്ത് കൊടുത്ത് നിങ്ങൾ ആ പൈസയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ബാക്കി അവിടെ നിന്നുള്ള അധ്യാപകരാണ് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത്. അപേക്ഷ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കൈമാറുകയും പരീക്ഷാ ഭവനിലേക്ക് അയക്കുകയൊക്കെ ചെയ്യേണ്ടത്. തീർച്ചയായും ഇന്നു മുതൽ വിദ്യാർത്ഥികൾക്ക് ഇതിനായുള്ള അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളവരും ശ്രദ്ധയിൽപ്പെടുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ തരാൻ കമൻറ്റ് ചെയ്യുക. മാക്സിമം മറുപടി തരാൻ ശ്രമിക്കാം. അപ്പോൾ പുതിയ കാണുന്നവരെ മിസ്കൃത ഫോൺ സബ്സ്ക്രൈബ് ചെയ്ത് ബൈ.